നാഷണൽ സോങ്. ഹലോ ഹലോ നാഷണൽ സോങ് എന്താണെന്നറിയാമോടാ? നാഷണൽ സോങ് ജനഗണമനല്ലേ സാർ? അത് നാഷണൽ ആന്തം ജനഗണമനയാ. സോങ് ഉണ്ട് ആ, വേറെയാ. അറിയില്ല സാർ. ആന്തം ഏതാ? അല്ല ഓക്കെ, സാർ, പോട്ടെ. നാഷണൽ ആന്തം നീ പറഞ്ഞ ശരിയാ. സോങ് ഏതാന്ന് ഓർമ്മയുണ്ടോ? ഇല്ല സാർ. ഓക്കെ, കേട്ടിട്ടുണ്ട് നീ. വന്ദേ മാതരം കേട്ടിട്ടുണ്ടാ? ആ ആ സാർ. അതാണ് സോങ് കേട്ടോ. ഓ, ഗുഡ്. സി എവരി വൺ, ഇതിൽ നാഷണൽ ആന്തവും നാഷണൽ സോങ്ങും ഉണ്ട്. So we know that Vande Mataram, that is Jana Gana Mana. ഇതിൽ ഈ നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള സബ്ജക്റ്റുകളെ, നാഷണലി ഇമ്പോർട്ടൻ്റ് ഉള്ള സബ്ജക്റ്റുകളെ വി ഹാവ് ടു റെസ്പെക്ട്. ദാറ്റ് മീൻസ് ഇഫ് യു ആർ വയലേറ്റിംഗ് ഓർ ഡിസോണറിങ്, നിങ്ങൾ അതിനെ അപമാനിക്കാൻ ശ്രമിച്ചാൽ ഇറ്റ് ഈസ് ആൻ ഒഫൻസ് ഇൻ ദിസ് കൺട്രി. സോ ദർ ആർ സർട്ടൺ ദർ ഇസ് ഒരു നിയമമുണ്ട് ഇന്ത്യയിൽ. ഇറ്റ് കംസ് അണ്ടർ ദ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഒരു നിയമമുണ്ട്. ദാറ്റ് ഇസ് പ്രിവെൻഷൻ ഓഫ് ദ ഇൻസൾട്ട് ടു ദ നാഷണൽ ഓണർ ആക്ട്. ഓക്കെ, നാഷണൽ ഓണർ ആക്ട്. അതായത് നാഷണലി റെസ്പെക്ട് ചെയ്യപ്പെടേണ്ട ചില സാധനങ്ങളെ നിങ്ങൾ ഡിസോണർ ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യുവാണെങ്കിൽ ആ ഇൻസൾട്ടിനെ പ്രിവെന്റ് ചെയ്തുകൊണ്ടുള്ള there is an act, prevention to the insult to the national honor act എന്ന് പറഞ്ഞ ആക്ട് ഉണ്ട്. അപ്പോൾ ഇതിൽ കൺഫ്യൂഷൻ വരും. അപ്പോൾ ഇത് നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള എല്ലാ സാധനങ്ങളെയും നമുക്ക് ഇതുപോലെ റെസ്പെക്ട് ചെയ്യേണ്ടത് ചില വ്യത്യാസങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോ ജനഗണമന എന്ന് പറയുന്ന നമ്മുടെ ജനഗണമന എന്നുള്ള നമ്മുടെ നാഷണൽ ആന്തം, അതിനെ നമ്മൾ വളരെ പെർഫെക്റ്റ്ലി റെസ്പെക്ട് ചെയ്യും. അതായത് ജനഗണമന നിങ്ങൾക്ക് തോന്നിയ പോലെ മ്യൂസിക് ഇട്ട് പാടാനോ BGM ഇടാനൊന്നും പറ്റൂല. ദാറ്റ് ഇസ് എൻ ഒഫൻസ്. ഏത് ആക്ട് പ്രകാരം? ഞാനിപ്പോ പറഞ്ഞ ആക്ട് പ്രകാരം, പ്രിവെൻഷൻ ടു ദ ഇൻസൾട്ട് ടു ദ നാഷണൽ ഓണർ ആക്ട്. ഓക്കെ, അത് പ്രകാരം. നേരെ മറിച്ച് വന്ദേ മാതരത്തിന് ആ പ്രശ്നമില്ല. അതാണ് പോയിന്റ്. അതുകൊണ്ടാണ് നമ്മൾ വന്ദേ മാതരത്തിന്റെ പല വേർഷൻസ്, AR റഹ്മാൻ കമ്പോസ് ചെയ്ത വന്ദേ മാതരം ഉണ്ട്, അല്ലെങ്കിൽ യോയോ ഹണി സിംഗ് മ്യൂസിക് ഇട്ട വന്ദേ മാതരം ഉണ്ട്. അപ്പൊ അങ്ങനെ അവൈലബിൾ ആണ്. അതിന് പ്രോബ്ലം ഇല്ല. വൈ ദർ ഇസ് നോ പ്രോബ്ലം ഫോർ ദാറ്റ്? ബിക്കോസ് നാഷണൽ സോങ് എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ ആക്ടിന്റെ കീഴിൽ വരുന്നില്ല എന്നുള്ളത് സത്യം. അപ്പൊ ഇന്ത്യയില് സോ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് സർട്ടൻ തിങ്സ് റിലേറ്റഡ് ടു ദ നാഷണൽ സിംബൽസ് അല്ലെങ്കിൽ നാഷണൽ സിംബൽസുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യം. സോ ഡെഫിനറ്റ്ലി നമുക്കറിയാം ബേർഡ്, നാഷണൽ ബേർഡ് നിങ്ങൾക്ക് അറിയാം, ദാറ്റ് ഇസ് പീകോക്ക്. ആനിമൽ എന്ന് പറയുന്നത് റോയൽ ബംഗാൾ ടൈഗർ ആണ്. റോയൽ ബംഗാൾ ടൈഗർ. ആന്തം നമ്മൾ പറഞ്ഞു, സോങ് നമ്മൾ പറഞ്ഞു. നാഷണൽ ഫ്ലവർ ഉണ്ട്, ദാറ്റ് ഇസ് ലോട്ടസ്. കോമൺ പോയിന്റ് ആണ്. ആൻഡ് കറൻസി, നാഷണൽ കറൻസി വി നോ ദാറ്റ് ഇറ്റ് ഇസ് ദ റുപ്പീസ്, രാ. ഓക്കെ, ഈ രാ ഏത് വർഷമാണ് വന്നത്, ആരാണ് ഈ രാ സിംബൽ ഡിസൈൻ ചെയ്തത്, ഇതൊക്കെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് ഇമ്പോർട്ടന്റ് ആണ്. സോ കീപ് ഇറ്റ് ഇൻ മൈൻഡ്. Okay, and we have the national reptile ഉണ്ട്. So we have a reptile, that is king cobra. So king cobra and royal bengal tiger. എല്ലായിടത്തും ഒരു കിങ്ഷിപ്പ്, റോയൽറ്റി ഉണ്ട്, റോയൽ ഫീലിംഗ് എപ്പോഴും ഉണ്ടാവും. And national flag, you know, that is തിരങ്ക. ട്രൈ കളർ, 3 കളറുള്ള നമ്മുടെ തിരങ്ക ഫ്ലാഗ് ഉണ്ട്. അതുപോലെ തന്നെ നാഷണൽ കലണ്ടർ ഉണ്ട്. വി ആർ ഫോളോയിങ് എ കലണ്ടർ, ദാറ്റ് ഇസ് ശാഖ കലണ്ടർ. ഓക്കെ, and there is a sentence, national sentence എന്ന് പറയും, that is സത്യമേവ ജയതേ, national sentence. and national river, it is Ganga. കുറച്ച് പോയിന്റ്സ് ഞാൻ ചുമ്മാ പറയുന്ന മാത്രമേ ഉള്ളൂ. and national tree ഉണ്ട്, that is നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ബനിയൻ ട്രീ, ആൽമരം. സോ ഇന്ത്യൻ ബനിയൻ ട്രീ ആണ് നാഷണൽ ആയിട്ടുള്ള നമ്മുടെ ട്രീ. അക്വാട്ടിക് ആനിമൽ ഉണ്ട് നമ്മുടേത്, അത് ഈ റിവർ, നമ്മുടെ ഗംഗ റിവറിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേക തരം ഡോൾഫിൻ ഉണ്ട്. സോ വി ആർ കൺസിഡറിങ് നാഷണൽ അക്വാട്ടിക് ആനിമൽ ആസ് റിവർ, അല്ലെങ്കിൽ ഗംഗയിലുള്ള റിവേഴ്സ്, ഗംഗയിലുള്ള റിവർ ഡോൾഫിൻ.
റിവർ ഡോൾഫിനെ നമ്മൾ അങ്ങനെയാണ്. സോ ദിസ് ഈസ് ദ നാഷണൽ അക്വാറ്റിക് ആനിമൽ. നാഷണൽ സ്പോർട്സ് എനിവേ നമുക്കറിയാം ഹോക്കി, അത് ഫീൽഡ് ഹോക്കിയാണ്. നാഷണൽ ഫ്രൂട്ട് മാംഗോ ആണ് നമുക്കറിയാം. നമ്മുടെ ഒരു ഹെറിറ്റേജ് ആനിമൽ, റോയൽ ബംഗാൾ ടൈഗർ ഒരു ഹെറിറ്റേജ് ആനിമൽ ആയിട്ട് നമ്മൾ എലഫന്റിനെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. സോ ഹിയർ ദ ന്യൂസ് ഇസ് വെരി സിമ്പിൾ. പ്രൈം മിനിസ്റ്റർ അൺവീൽസ് നാഷണൽ എംബ്ലം കാസ്റ്റ് ഓൺ ദ റൂഫ് ഓഫ് ദ ന്യൂ പാർലമെന്റ് ബിൽഡിംഗ്. നമുക്കറിയാം ഇന്ത്യയിൽ പുതിയൊരു പാർലമെന്റ് ബിൽഡിംഗ് പണിതിട്ടുണ്ട്. ആ പാർലമെന്റ് ബിൽഡിങ്ങിന് ഫ്രണ്ടില് ഒരു നാഷണൽ എംബ്ലം, നമുക്ക് എന്താ പറയാ, 3 സിംഹത്തിന്റെ തല, 3 അല്ല ശരിക്കും 4 4 സൈഡിൽ. ഓക്കെ, സോ ബ്രോൺസിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു നാഷണൽ എംബ്ലം പാർലമെന്റിന്റെ പുതിയ ബിൽഡിംഗിൽ വന്നു എന്നുള്ളതാണ് ന്യൂസ്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി യൂണിയൻ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, അതർ ഗവൺമെന്റ് എല്ലാവരും ഈ എംബ്ലം ഫോളോ ചെയ്തു വരുന്നുണ്ട്. സ്റ്റേറ്റ് എംബ്ലം ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു രാജ്യത്തിന്റെ എംബ്ലം ആയിട്ട് ഏതിനെയാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്? ലയൺ ക്യാപിറ്റൽ ഓഫ് അശോക അറ്റ് സർനാഥ്. അശോക എംപയർ കേട്ടിട്ടുണ്ടാവും. ഗ്രേറ്റ് അശോകന്റെ എംപയറിൽ അവരുടെ രാജ്യത്തിന്റെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ലയന്റെ ഒരു സ്തംഭമാണ്, അല്ലെങ്കിൽ ആ ഒരു സ്തംഭമാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. സോ ദാറ്റ് ഇസ് എ സ്റ്റേറ്റ്, നമ്മുടെ നാഷണൽ എംബ്ലം ആണ്. അപ്പൊ ഇതിൽ 4 ലയൺ ഉണ്ട്. ഓക്കെ, അതിന് പ്രത്യേകതയുണ്ട്. അത് 4 പേരും ഇരിക്കുന്ന ഒരു വലിയ ബെൽ ഷേപ്ഡ് ആയിട്ടുള്ള ലോട്ടസിന്റെ മുകളിലാണ് എന്നുള്ളതാണ് സിമ്പിൾ. ഓക്കെ, സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ ഈ ഒരു ബെൽ ഷേപ്ഡ് ലോട്ടസിന്റെ അടിയിലായിട്ട് ഒരു ചെറിയ ഒരു ഏരിയ വരും. ആ ഏരിയയില് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, അതിൽ ആന ഉണ്ടാവും, ഒരു കുതിരയുണ്ട്, ചാടുന്ന കുതിര പോലെ. അതുപോലെ ഒരു ബുള്ളുണ്ട്, ഒരു ലയൺ ഉണ്ട്. ഇതിനെല്ലാത്തിനെയും കണക്ട് ചെയ്തിട്ട് ചക്രങ്ങൾ, ധർമ്മചക്രങ്ങളും ഉണ്ട്. സോ ദിസ് ഈസ് ദ സിമ്പിൾ. ഓക്കെ, സോ വെരി വെരി ഇമ്പോർട്ടന്റ് വൺ ആണ്. ഇത് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് ഇന്ത്യക്ക് റിപ്പബ്ലിക് കിട്ടുന്ന സമയത്ത് നമ്മൾ ഇതിനെ അഡോപ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിൽ എഴുതിയിട്ടുണ്ട് ഒരു ഡയലോഗ് കൂടെ. There is a motto, Satyameva Jayate, which means the truth alone triumphs. Okay, and ആ എഴുതിയിരിക്കുന്നത് ദേവനാഗരി സ്ക്രിപ്റ്റിലാണ് ആസ് ദ എംബ്ലം. ഇത്രയും പോയിന്റ്സ് ആണ് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് നമുക്ക് ഓർത്തു വെക്കാനുള്ളത്. ഓക്കെ, പിന്നീട് ഞാൻ പറഞ്ഞ ബുള്ളറ്റ് പോയിന്റ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് നാഷണൽ ആന്തം, എന്താണ് നാഷണൽ സിംബൽ, എന്താണ് നാഷണൽ റെപ്റ്റൈൽ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓർത്തു വെക്കേണ്ടത്. ഓക്കെ, സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്, നാഷണൽ എംബ്ലം. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്ന ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് നാഷണൽ എംബ്ലം. സെക്കൻഡ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ടോക്കിംഗ് അബൌട്ട് ആർട്ടിക്കിൾ 72. 72 എന്ന ആർട്ടിക്കിൾ വരുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇറ്റ് ഈസ് അസോസിയേറ്റ് വിത്ത് ദ ഇന്ത്യൻ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പം ഈ പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് പല വിഷയങ്ങളിലും നിയമപരമായ സംശയങ്ങൾ വരുവാണെങ്കിൽ they can take advice from the Supreme Court itself. So Supreme Court held that the center was bound to the advice the President of India for exercise of his power under Article 72 of the Constitution. ഇതില് ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഇത്രയും, ഈ പ്രസിഡന്റിന് ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാല്, കോടതികള് ഒരാളെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ തൂക്കിക്കൊല്ലാൻ വിധിച്ചു എന്ന് വിചാരിക്കാം. തൂക്കിക്കൊല്ലാൻ വിധിച്ചു കഴിഞ്ഞാൽ ചില പ്രത്യേക കേസുകളിൽ സുപ്രീം കോടതി അല്ലെങ്കിൽ ഏത് കോടതി തൂക്കിക്കൊല്ലാൻ വിധിച്ചാലും നമ്മൾ കേട്ടിട്ടുണ്ടാവും ദയാഹർജി കൊടുക്കുക എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള ദയാഹർജി കൊടുത്തു കഴിഞ്ഞാല് പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് അയാൾക്ക് ഉണ്ടായിരുന്ന ആ ഒരു ഒഫൻസ് അല്ലെങ്കിൽ ആ തെറ്റിനെ കുറച്ച് ചെറുതാക്കി കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്താ പറ്റുക, ഇപ്പം തൂക്കിക്കൊല്ലാൻ വിധിച്ച ആളെ ജീവപര്യന്തമാക്കി മാറ്റാം. അങ്ങനെ ചെറിയ കൺസിഡറേഷൻ കൊടുക്കാനുള്ള പവർ പ്രസിഡന്റിന് കൊടുക്കുന്നുണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. That will comes under the Article 72. ഓക്കെ, അപ്പൊ അതിന് അപ്ലൈ ചെയ്യണം. ദയാഹർജി കൊടുത്തിട്ട് പ്രസിഡന്റ് പരിഗണിക്കാൻ പറ്റുവാണെങ്കിൽ പ്രസിഡന്റ് പരിഗണിക്കും. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. അപ്പം there is a പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഡെത്ത് സെന്റൻസ് അല്ലെങ്കിൽ 25 വർഷമൊക്കെ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ആൾക്കാർക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ഈ ഒരു പ്രത്യേക പാർഡണിങ് പവർ, എന്നോട് ക്ഷമിക്കണം, എന്നെ വെറുതെ വിടണം എന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പവർ, പാർഡണിങ് പവർ ഇന്ത്യൻ പ്രസിഡന്റ് കൊടുക്കുന്നതാണ് ആർട്ടിക്കിൾ 72. ദാറ്റ്സ് വൈ ഇറ്റ്സ് ഇൻ ദ ന്യൂസ്. ഇതിലൊരു കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ ഒരാൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് അയാളെ വെറുതെ വിട്ടതായിട്ട് ബന്ധപ്പെട്ടാണ് ന്യൂസ് വരുന്നത്. നമുക്ക് ന്യൂസ് അല്ല ഇമ്പോർട്ടന്റ്, നമുക്ക് ന്യൂസിനേക്കാൾ ഇമ്പോർട്ടന്റ് ദ ആർട്ടിക്കിൾ അസോസിയേറ്റ് വിത്ത് ദ പവർ റിലേറ്റഡ് ടു ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അപ്പൊ പാർഡണിങ് പവർ ഓഫ് ദ പ്രസിഡന്റ് ഇൻ ഇന്ത്യ ഏത് ആർട്ടിക്കിളാണ് വരിക? ആർട്ടിക്കിൾ 72 ആണ്. എന്തൊക്കെ ഉണ്ടാവും? ദർ ആർ സർട്ടൻ. അപ്പൊ ചില പവറുകൾ ക്ഷമിച്ചു കൊടുക്കാൻ, ചിലത് ഷേപ്പ് മാറ്റാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഇപ്പം 50 വർഷം ശിക്ഷിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് 5 വർഷത്തേക്ക് ചെറുതായി കൊടുക്കുക, അല്ലെങ്കിൽ തൂക്കിക്കൊല്ലാൻ വിധിച്ച ആൾക്ക് ജീവപര്യന്തം കൊടുക്കുക. ഓക്കെ, അങ്ങനെ നമുക്ക്, അല്ലെങ്കിൽ ഇപ്പൊ തൽക്കാലം ചെയ്യണ്ട, ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെക്ക്, അങ്ങനെ പല രീതിയിൽ ചേഞ്ച് ചെയ്യാന്, പണിഷ്മെന്റ് സസ്പെൻഡ് ചെയ്യാന്, റെമിറ്റ് ചെയ്യാന്, കമ്മ്യൂട്ട് ചെയ്യാന്, അല്ലെങ്കിൽ ആ പറഞ്ഞ കാര്യം ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൂക്കിക്കൊല്ലുന്നത് കണ്ടിന്യൂ ചെയ്യാൻ പറയാനുള്ള പവർ പ്രസിഡന്റിനുണ്ട്. ഓൾ ദീസ് പവേഴ്സ് കംസ് ടു ദ പ്രസിഡന്റ് അണ്ടർ ദ ആർട്ടിക്കിൾ 72 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്പൊ ഇതില് പെട്ടെന്ന് ചാടി പ്രസിഡന്റ് സ്വന്തം തീരുമാനം ചെയ്യുമല്ല. പ്രസിഡന്റ് വിൽ ബി ആസ്കിങ് സം സർട്ടൻ അഡ്വൈസസ്, ഉപദേശം കൂടെ ചോദിക്കേണ്ടത്. എവിടുന്ന് ചോദിക്കേണ്ടത്? ഈസ് ബൗണ്ട് ബൈ ദ ക്യാബിനറ്റ്സ് അഡ്വൈസ്. നമ്മുടെ പാർലമെന്റിലെ ക്യാബിനറ്റിനോട് അഡ്വൈസ് ഒക്കെ ചോദിക്കും, കൺസിഡറേഷൻ ഒക്കെ എടുക്കും. അങ്ങനെ ഒരു പ്രത്യേക ഫോർമാറ്റിലാണ് പ്രസിഡന്റിന് സെന്റൻസ് കൊടുക്കാം. ഓക്കെ, അപ്പം ബാക്കി ഉള്ള പോയിന്റ്സ് നിങ്ങളുടെ സെൽഫ് റീഡിംഗ് ഞാൻ വിടുവാണ്. യു ക്യാൻ റീഡ് ഇറ്റ് യുവർ ഓൺ. ഓക്കെ, അപ്പം ഈ പറഞ്ഞ പോലെ നമ്മുടെ സാധാരണ കോടതി കൂടാതെ ഈ ആർമി, നേവി, എയർഫോഴ്സ് അങ്ങനെയുള്ളവർക്ക് വേണ്ടി കോർട്ട് മാർഷൽ കോടതികളുണ്ട്, മിലിറ്ററി കോർട്സ്. അപ്പൊ അവിടെയും പ്രസിഡന്റിനിടാം, കാരണം പ്രസിഡന്റ് ആണ് ആർമിയുടെ നേവിയുടെ ഒക്കെ സുപ്രീം കമാൻഡർ. ഓക്കെ, അതും ഒരു എക്സ്ട്രാ പോയിന്റ് ആണ് നമ്മൾ ഓർത്ത് വെക്കുന്നത്. സോ റെസ്റ്റ് ഓഫ് ദ പോയിന്റ്സ് യു ഹാവ് ടു റീഡ്. അപ്പൊ ഒരു കാര്യം ഓർത്ത് വെക്കുക, ആർട്ടിക്കിൾ 72 എന്ത് പവർ ആണുള്ളത്? പ്രസിഡന്റിന് പാർഡണിങ് പവർ കൊടുക്കാനുള്ള പ്രത്യേക പ്രൊവിഷൻ ഉണ്ട്. അപ്പൊ പ്രസിഡന്റിന്റെ പോലെ തന്നെയല്ലേ ഗവർണർമാരും? അതെ, പ്രസിഡന്റിന്റെ അതേ പവർ തന്നെയാണ് ഗവർണർമാർക്കും നമ്മൾ കൊടുത്തിട്ടുള്ളത് ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 161. ഗവർണർ ഓഫ് ഇന്ത്യ ടു ഹാസ് ദ പാർഡണിങ് പവർ. അപ്പൊ ഇവിടെ ഗവർണർക്ക് നേരിട്ട് അങ്ങനെ ചാടി അയാളെ വെറുതെ വിടാൻ പറ്റില്ല. റെക്കമെൻഡേഷൻ വേണം, പ്രസിഡന്റിനോട് ചോദിച്ചിട്ടേ ചെയ്യാൻ പറ്റൂ. എന്നിരുന്നാലും ഗവർണർ ഇസ് ഓൾസോ ഹാവിംഗ് ദ പവർ. പക്ഷെ അത് പറയുന്നത് എവിടെയാണ്? പറയുന്നത് 161 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 161 പറയുന്നത്. നിങ്ങൾ ഓർത്തു വെക്കുക. നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ പവേഴ്സ് ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ ആർട്ടിക്കിൾ 72 ഇപ്പം നമ്മൾ ആർമീനെയും നേവിനെയും ഒക്കെ അങ്ങനത്തെ കേസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഗവർണർക്ക് പോയി അഭിപ്രായം പറയാനൊന്നും പറ്റില്ല. ഓക്കെ, അപ്പൊ അത് പ്രസിഡന്റിനെ പറ്റും. അപ്പം നേവിയുടെയും അല്ലെങ്കിൽ കോർട്ട് മാർഷൽ പ്രൊസീഡിംഗ്സിലേക്കൊക്കെ വരുമ്പോൾ ആർട്ടിക്കിൾ 72 വിൽ ഓൺലി പ്രിവെയിൽസ്, ആർട്ടിക്കിൾ 161 വിൽ നോട്ട് എക്സിസ്റ്റ്. കോമൺ സെൻസിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഡെത്ത് സെന്റൻസിന്റെ കേസിലും വി ഹാവ് സർട്ടൻ പവേഴ്സ്. ലിമിറ്റഡ് പവറേ ഉള്ളൂ ഗവർണർക്ക്. പ്രസിഡന്റിന് അയാളെ വേണമെങ്കിൽ വെറുതെ വിടാനുള്ള അവകാശം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, സോ റെസ്റ്റ് ഓഫ് ദ പോയിന്റ്സ് യു ക്യാൻ റീഡ് ഇറ്റ്. അപ്പൊ നമ്മള് ഇന്ന് പറഞ്ഞ നോട്ടില് ഫസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഐ എം ടോക്കിംഗ് അബൌട്ട് ഇസ് ദ നാഷണൽ എംബ്ലം. ആൻഡ് സെക്കൻഡ് ടോപ്പിക് ഐ എം ടോക്കിംഗ് അബൌട്ട് ഇസ് ആർട്ടിക്കിൾ 72. ആർട്ടിക്കിൾ 72 അസോസിയേറ്റ് ചെയ്തിട്ട് ആർട്ടിക്കിൾ 161 പഠിച്ചോളാം. ഓക്കെ, ഇതൊക്കെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ വെരി വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്, കീപ് ഇറ്റ് ഇൻ മൈൻഡ്. അപ്പൊ ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു എന്റെ PDF ക്ലാസ്സിന് ശേഷം ഷെയർ ചെയ്ത് തരാം. സോ യു ക്യാൻ റീഡ് ഇറ്റ്. നിങ്ങൾക്ക് തന്നെ വായിച്ച് പഠിക്കാന്നേ ഉള്ളൂ. എനിവേ മനസ്സിലാക്കി വെക്കും. നൗ വേൾഡ് പോപ്പുലേഷൻ പ്രോസ്പെക്ട്സ് എന്നൊരു വേറൊരു പുതിയ ടേംസ്. വേൾഡ് പോപ്പുലേഷൻ പ്രോസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളിപ്പോ ഒരു കോളേജിലൊക്കെ അഡ്മിഷൻ എടുക്കുമ്പോൾ കോളേജിന്റെ പ്രോസ്പെക്ടസ് വായിക്കും. എന്താ പ്രോസ്പെക്ടസ്? ആ കോളേജിലെ എന്തൊക്കെ കോഴ്സുകളാ, എന്താ ഡീറ്റെയിൽസ്, ആരൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചർമാർ ആരൊക്കെയാ, അവർക്ക് എന്തെങ്കിലും ഫീച്ചേഴ്സ് ഉണ്ടോ, ഇതൊക്കെ അറിയാൻ വേണ്ടിയാണ്. അപ്പൊ ഇത് തന്നെയാണ് ഇവിടെ പോപ്പുലേഷന്റെ, അല്ലെങ്കിൽ നമ്മുടെ ലോകത്ത് ഏകദേശം ഒരു 8 ബില്യൺ പോപ്പുലേഷൻ ഇങ്ങനെ ഉണ്ട് ഇപ്പോ. 7 ബില്യൺ 8 ബില്യൺ. 8 ബില്യൺ എന്നൊക്കെ പറയുമ്പോൾ എത്ര അധികം ആൾക്കാരുണ്ടെന്ന് ആലോചിച്ച് നോക്കിയാൽ. അപ്പൊ നമ്മുടെ ഒരു കുഞ്ഞു പ്ലാനറ്റില് പോപ്പുലേഷൻസ് ഇങ്ങനെ കൂടി 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 വരുവാണ്. അപ്പൊ അതിനെക്കുറിച്ച് പഠിക്കുകയും അതിലെ മാറ്റങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ യുണൈറ്റഡ് നേഷൻസിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് ആൻഡ് സോഷ്യൽ അവെയർ ഡിപ്പാർട്ട്മെന്റ് ആണ് വേൾഡ് പോപ്പുലേഷൻ പ്രോസ്പെക്ട്സ് എന്ന കൺസെപ്റ്റ് അത് ഉണ്ടാക്കുക. അപ്പൊ ഈ വേൾഡ് പോപ്പുലേഷൻ UN-ന്റെ, നമ്മുടെ യുണൈറ്റഡ് നേഷൻസിന്റെ പോപ്പുലേഷനെ കുറിച്ച് അല്ലെ പഠിക്കുന്ന മാത്രം ഒരു ഡിവിഷൻ ഉണ്ട്. അവര് പബ്ലിഷ് ചെയ്യുന്നതാണ് WPP. ഇത് ബൈനിയൽ സൈക്കിൾ സിൻസ് 1951 എന്ന് പറയും. ബൈനിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷം കൂടുമ്പോഴാണ് റിപ്പോർട്ട് വരിക. ബൈ എന്ന് പറഞ്ഞാൽ 2. അപ്പൊ 2 വർഷം കൂടുമ്പോൾ ഇതിങ്ങനെ റിപ്പോർട്ട് വരിക. അപ്പൊ 1951 തൊട്ട് ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് നോക്കിയാൽ നമുക്ക് എന്ത് മനസ്സിലാവും? നമുക്ക് ഒരു ലോകത്തിൽ മൊത്തം ചരിത്രാതീത കാലം വർഷങ്ങളായിട്ട് 50 നമ്മൾ നോക്കുന്നുണ്ടല്ലോ. അപ്പം പോപ്പുലേഷൻ കൂടി വരുന്നുണ്ടോ, കുറഞ്ഞു വരുന്നുണ്ടോ, അല്ലെങ്കിൽ ജനനം കൂടിയിട്ടുണ്ടോ, മരണം കൂടിയിട്ടുണ്ടോ, ഇന്റർനാഷണൽ മൈഗ്രേഷൻ കൂടിയിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും. അതിനുവേണ്ടിയാണ് യുണൈറ്റഡ് നേഷൻസ് ഈ WPP എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഗ്ലോബൽ പോപ്പുലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്.
കറന്റ്ലി ഈ കണക്ക് പ്രകാരം 7 ബില്യൺ കണ്ടോ, 7 ബില്യൺ ഏഷ്യ ഇസ് പീപ്പിൾ ഉള്ളതില് മൊത്തം 7 ബില്യണില് ഏഷ്യ ഇസ് ദ മോസ്റ്റ് പോപ്പുലസ് കോണ്ടിനെന്റ്. 61% ഗ്ലോബൽ പോപ്പുലേഷൻ അവിടെയാണ്. ആഫ്രിക്കയിൽ 17%, ദാറ്റ് മീൻസ് 1.3 ബില്യൺ. 10% യൂറോപ്പില്, 8% ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളില്, കരീബിയയിൽ വെറും 650 മില്യനേ ഉള്ളൂ. റിമൈനിങ് 5% ആണ് നോർത്ത് അമേരിക്കയിലും ഓഷ്യാനയിലുമായിട്ട് കിടക്കുന്നത്. അപ്പൊ ഇങ്ങനെ ചെതറി കിടക്കുന്ന പോപ്പുലേഷന്റെ മൊത്തം കണക്കുകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി യുണൈറ്റഡ് നേഷൻസിന്റെ പോപ്പുലേഷൻ ഡിവിഷൻ എല്ലാ 2 വർഷം കൂടുമ്പോഴും ഇറക്കുന്ന റിപ്പോർട്ടാണ് WPP. പരീക്ഷയ്ക്ക് എങ്ങനെയാ ക്വസ്റ്റ്യൻ ചോദിക്കുക? WPP എന്ന ആ റിപ്പോർട്ട് ആരാണ് പബ്ലിഷ് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 1. ക്വസ്റ്റ്യൻ നമ്പർ 2, ടോട്ടൽ പോപ്പുലേഷൻ 7 ബില്യൺ ആണെങ്കിൽ അതിൽ മോസ്റ്റ് പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്ഥലം ഏതാണ്? ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്, ലാറ്റിൻ അമേരിക്ക. നമുക്കറിയാം, പാരഗ്രാഫ് നോക്കിയാൽ ഏഷ്യ ആണ്. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ദേ വിൽ ആസ്ക്. ഓക്കെ, അപ്പൊ അങ്ങനെ ചോദ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വേണം വായിച്ചു പോവാൻ. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പം ചൈന ആയിരുന്നു ഏറ്റവും പോപ്പുലേറ്റഡ്, അത് നമ്മൾ ഓവർകം ചെയ്തിട്ടുണ്ട്. ഇപ്പം ഗ്ലോബലി ഏറ്റവും പോപ്പുലേറ്റഡ് രാജ്യങ്ങൾ പറഞ്ഞാൽ നമ്മുടെ രാജ്യം. സോ ഇന്ത്യ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? ഇന്ത്യ ഈസ് എക്സ്പെക്ടഡ് ടു സർപാസ്. ഓൾറെഡി കഴിഞ്ഞു കേട്ടോ. ഇത് 2022 ന്യൂസ് ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ്. കാരണം അതിന് ശേഷം 22 കഴിഞ്ഞാൽ 2 വർഷം കഴിഞ്ഞ് 24 ഈ റിപ്പോർട്ടിന് വരാനുള്ളത്. സോ ഈ റൈറ്റ് നൗ ഇന്ത്യ ഇതിനെ കവർ ചെയ്തിട്ടുണ്ട്. ചൈന വേൾഡ് മോസ്റ്റ് പോപ്പുലസ്. ഓക്കെ, സോ അത് ഓർത്ത് വെച്ചാൽ. സോ റെസ്റ്റ് ഓഫ് ദ പോയിന്റ്സ് യു ക്യാൻ റീഡ്. അപ്പോ നമ്മൾ പറഞ്ഞത് ഇപ്പൊ ഡിസ്കസ് ചെയ്ത ടോപ്പിക് ഏതാണ്? വേൾഡ് പോപ്പുലേഷൻ പ്രോസ്പെക്ട്സ്. Now we'll move to the next topic, that is about the Niti Aayog. Okay, so Niti Aayog is a very beautiful concept. Okay, 1 minute, let me explain. ഈ നീതി എന്ന് പറയണപ്പോ ചെറിയ പോയിന്റ് എനിക്കൊരു ക്ലാസ് ഉണ്ട്, വിളിക്കാം. ഞാൻ തൃശ്ശൂർ എത്തി, വിളിക്കാം. യെസ് പ്ലീസ്. അപ്പൊ നീതി എന്ന് പറഞ്ഞാല്, സോ യു നോ വാട്ട്, ഇൻ 1947 നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. ഒരു 1950s ശേഷം, സ്കൂൾ വന്നുകൊണ്ട് സൗണ്ട് ബ്രേക്ക് ആവാൻ ചാൻസ്. അനൈന, എന്റെ സൗണ്ട് ക്ലിയർ ആണോ? അതെ സാർ. അനൈന ഇവിടെ ഉണ്ടോ? എബ്രഹാം, സൗണ്ട് ക്ലിയർ ആണോ? എബ്രഹാം, സൗണ്ട് ക്ലിയർ ആണോ? ക്രിസ്റ്റി? ഹലോ സർ. ഓക്കെ, അപ്പൊ 1950s 1950, യെസ് സൗണ്ട് ക്ലിയർ അല്ലേ? ഓക്കെ, ഫൈൻ. അപ്പൊ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഒരു 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. അതിനുശേഷം ഒരു 1950s 60s വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ പ്ലാനിംഗ് കമ്മീഷൻ എന്നൊരു ബോഡി വരുന്നുണ്ട്. പ്ലാനിംഗ് കമ്മീഷൻ. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ദിസ് കമ്മീഷൻ ഈസ് പ്ലാനിങ് സംതിങ് ഫോർ അവർ കൺട്രി. അപ്പൊ അവര് കൊണ്ടുവന്ന സാധനമാണ് 5-year പ്ലാൻ. ഇന്ത്യയിലെ എവരി 5 year 1, 2, 3, 4, 5 ഇങ്ങനെ 5 yearല് ഡെവലപ്മെന്റൽ പ്ലാൻസ് ഇട്ട് അങ്ങനെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് 5-year പ്ലാൻ, സെക്കൻഡ് 5-year പ്ലാൻ, അങ്ങനെ ഇന്ത്യയിൽ 5-year പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ റൈറ്റ് നൗ എനിക്ക് തോന്നുന്നു ടോട്ടലി 12 5-year പ്ലാൻസ് ഓൾറെഡി ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ആയി കഴിഞ്ഞു. അപ്പൊ ഈ പ്ലാനിംഗ് കമ്മീഷനാണ് ഇന്ത്യയിലെ എന്തുണ്ടാവുക? ഇന്ത്യയില് സ്വാഭാവികമായിട്ടും എല്ലാ ഡെവലപ്മെന്റൽ പ്ലാൻ ചെയ്യാം. അങ്ങനെ ഡെവലപ്മെന്റ് പ്ലാൻ ചെയ്ത ഈ പ്ലാനിംഗ് കമ്മീഷനെ 2015 2015 അല്ലെങ്കിൽ 2014 ലാസ്റ്റ് ഡിസംബർ മാസം ആകുമ്പോഴേക്കും പ്ലാനിംഗ് കമ്മീഷനെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഒഴിവാക്കി, അവോയ്ഡ് ചെയ്തിട്ട് വി ഇൻട്രൊഡ്യൂസ് എ ന്യൂ സിസ്റ്റം അല്ലെങ്കിൽ ന്യൂ ബോഡി, ദാറ്റ് ഈസ് നീതി ആയോഗ്. അപ്പൊ പ്ലാനിംഗ് കമ്മീഷൻ ചെയ്ത പോലെ തന്നെ ഇന്ത്യയുടെ ഡെവലപ്മെന്റ്സിനെ കുറിച്ച് ചിന്തിക്കാനും ഡെവലപ്മെന്റ് പ്ലാൻസ് ചെയ്യാനും വേണ്ടിയാണ്. അപ്പൊ നീതി എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് കൂടെ നിങ്ങൾ നോക്കണം. നീതി എന്ന് പറയുന്നത് പ്ലാനിംഗ് കമ്മീഷന്റെ മറ്റൊരു ബോഡിയാണ്. ഹെഡ് ക്വാർട്ടർ ന്യൂഡൽഹിയിലാണ്. ഓർത്ത് വെച്ചോളാം, ഇറ്റ്സ് ഹെഡ് ക്വാർട്ടർ ഈസ് ദേർ ഇൻ ന്യൂഡൽഹി. ഓക്കെ, ഡെഫിനറ്റ്ലി ചെയർമാൻ എന്ന് പറയുന്നത്
നരേന്ദ്രമോദി ആയിരിക്കും, ബിക്കോസ് പ്രൈം മിനിസ്റ്റർ ആയിരിക്കും ഇങ്ങനെയുള്ള ബോഡികളുടെ ചെയർമാൻ ഓൾവേസ്. ഓക്കെ, ആൻഡ് ഡെപ്യൂട്ടി ചെയർമാൻ അല്ലെങ്കിൽ വൈസ് പ്രസ് ചെയർമാൻ എന്ന് പറയുന്നത് സുമൻ ബെറി. ഓക്കെ, സോ അപ്ഡേറ്റ് ചെയ്യണം. ആൻഡ് ദർ ഇസ് എ സിഇഒ, നീതി ആയോഗിന്റെ സിഇഒ കൂടെ ഉണ്ട്, ദാറ്റ് ഇസ് BVR സുബ്രഹ്മണ്യൻ. ഓക്കെ, BVR സുബ്രഹ്മണ്യൻ. അപ്പൊ ഇവരാണ് ഇന്ത്യയുടെ ഡെവലപ്മെന്റ് പ്ലാൻസ് ചെയ്യുക. ഓക്കെ, ഇതൊന്നും നമ്മൾ ഓർത്തു വെക്കേണ്ടതാണ്, മറന്നുപോകരുത്. ഓക്കെ, അപ്പൊ നീതി ആയോഗ് സ്വാഭാവികമായിട്ടും ഈ നീതി ആയോഗ് എല്ലാ ആനുവൽ മീറ്റിംഗ് നടത്തും. ഗവർണിംഗ് കൗൺസിലാണ്, ലീഡർഷിപ്പ് ഓഫ് പ്രൈം മിനിസ്റ്റർ ആൻഡ് ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളുടെ ചീഫ് മിനിസ്റ്റേഴ്സും ലൂട്ടനന്റ് ഗവർണേഴ്സ് ഓഫ് ദി യൂണിയൻ ടെറിട്ടറീസും എല്ലാവരും ആ മീറ്റിംഗിൽ പങ്കെടുക്കും. എന്നിട്ട് രാജ്യത്തിന്റെ മൊത്തം ഡെവലപ്മെന്റ്, നാഷണൽ ഡെവലപ്മെന്റ് അജണ്ട അവിടെ ഡിസ്കസ്. ഓക്കെ, സോ ദാറ്റ്സ് ഇമ്പോർട്ടന്റ്. അപ്പൊ ഇതിൽ പല വിഷയങ്ങൾ അവർ ചർച്ചയെടുക്കും. അപ്പൊ ഓരോ സ്റ്റേറ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാന്നുള്ളത് അവർ ചർച്ചയ്ക്ക് എടുക്കും. അതുപോലെ തന്നെ സോഷ്യലി ഇപ്പം ദാരിദ്ര്യമാണ്, പട്ടിണിയാണ്, അല്ലെങ്കിൽ പെട്രോൾ വില കയറുന്നു, ഈ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാൻ സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയും. ഓക്കെ, സോഷ്യൽ സെക്ടേഴ്സിന് ഇൻഡിക്കേറ്റേഴ്സ് അവർ ഡിസ്കസ് ചെയ്യും. അല്ലെങ്കിൽ ഭയങ്കര അധികം ഈ സിറ്റി ഭയങ്കരമായിട്ട് ഉണ്ടാവുന്നുണ്ട്, അർബനൈസേഷൻ, സിറ്റികൾ ഉണ്ടാവുക എന്ന് പറയും. ആ സിറ്റികൾ ഉണ്ടാകുമ്പോൾ അതിന്റെ പൊല്യൂഷൻ, അങ്ങനെ പ്രശ്നങ്ങൾ അത് പരിഹരിക്കണം. ക്ലൈമറ്റ് ചേഞ്ചിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള എല്ലാ പ്രോബ്ലംസും, എല്ലാ സംസ്ഥാനങ്ങൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങളും സെൻട്രൽ ഗവൺമെന്റിനോട് പറയാനും സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടാവുന്ന ഡൗട്ടുകൾ സംസ്ഥാനങ്ങളോട് പറയാനുമുള്ള ഒരു ഇന്റർമീഡിയറി, ഇടനിലക്കാരെന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു ടൈപ്പ് പൊസിഷനാണ് ആർക്കുള്ളത്? നീതിക്കുള്ളത്. Okay, so it is an intermediary between the center and the state to ensure cross-sharing of these best practices, insight and develop ചെയ്യാനും അല്ലെങ്കിൽ എല്ലാ രീതിയിലുള്ള ഡൗട്ടുകൾ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിച്ച് സംസ്ഥാനങ്ങളും രാജ്യവും ഒരുമിച്ച് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കൺസെപ്റ്റ് ആണ് നീതി കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോ GST എന്നൊരു സാധനം വരുന്നുണ്ട്. ഇപ്പൊ ഇന്ത്യയിലെല്ലാം മൊത്തം ഒരു ടാക്സ് ആണ്, ഒറ്റ ടാക്സ്. ആര് കൊണ്ടുവന്നാണ്? നീതി കൊണ്ടുവന്നത്. സോ ഓപ്പൺ ബോർഡർ വിത്തിൻ ദ കൺട്രി, അതായത് കാശ്മീരിൽ പോയി ജോലി ചെയ്യാം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ബിസിനസ് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യങ്ങള് നീതി ആയോഗ് ഉറപ്പുവരുത്തണം. ഓക്കെ, സോ ഇത്രയും പോയിന്റ്സ് കൂടെ ഓർത്തു വെക്കണം. സോ നൗ ഐ എം ഗോയിങ് ബാക്ക്, ഒരു റിവിഷൻ നോക്കാം ഈ ടോപ്പിക്കില്. ഫസ്റ്റ് ടോപ്പിക് വി ഡിസ്കസ് അബൌട്ട് ഇസ് ദ നാഷണൽ എംബ്ലം, മറന്നു പോരുത്. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ ഈസ് ആർട്ടിക്കിൾ 72. അതിനോട് കൂട്ടി നമ്മൾ ആർട്ടിക്കിൾ 161 പഠിക്കണം. ഓക്കെ, രണ്ടും പഠിച്ചിരിക്കണം, മറക്കരുത്. ആൻഡ് ദ തേർഡ് വൺ വി ടോക്ക് അബൌട്ട് ദ WPP. WPP അതിന്റെ കണക്കുകളും കാര്യങ്ങളും ഓർമ്മ വേണം. ആൻഡ് ദ ഫോർത്ത് ടോപ്പിക് വി ടോക്ക് അബൌട്ട് ഈസ് ദ നീതി ആയോഗ്. ഓക്കെ, അപ്പൊ 4 പോയിന്റ്സ് ആണ് ഈ നോട്ടില് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് നല്ല വൃത്തിയായിട്ട് മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, സോ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഓക്കെ, കൃഷ്ണ, ഡൗട്ട്സ് വല്ലതും ഉണ്ടോ? മനസ്സിലായോ കൃഷ്ണ? മനസ്സിലായി. ഓക്കെ, ഹസ്ന മനസ്സിലായോ? ഫോൺസ മനസ്സിലായോ? യെസ് സർ, മനസ്സിലായി. വർഷ മനസ്സിലായോ? മനസ്സിലായി. മനസ്സിലായി. വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. ആകാംക്ഷ മനസ്സിലായോ? മനസ്സിലായി സർ. ഗുഡ്. നൗ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്. അടുത്തതിലേക്ക് വരാം. കുറച്ച് വലുതാക്കാം. അടുത്തത്, ഒരു മിനിറ്റ്, സ്റ്റാർട്ട് ഫ്രം ദ ഫസ്റ്റ്. അടുത്ത ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്, ഇറ്റ് ഈസ് അബൌട്ട് ദ മീഡിയേഷൻ ബിൽ എന്ന് പറഞ്ഞൊരു ബിൽ. ഈ മീഡിയേഷൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഭയങ്കര രസമുള്ളതാണ്. മീഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോ റോഡിൽ വെച്ച് രണ്ടുപേര് തല്ലുണ്ടാക്കി, A ആൻഡ് B, എയും ബിയും തല്ലുണ്ടാക്കി. അപ്പൊ അവർ തമ്മിൽ ഭയങ്കര തല്ലുണ്ടാകുമ്പോ സി എന്ന് പറയുന്ന ഒരാള് ഈ എയുടെയും ബിയുടെയും നടുക്ക് കയറി നിന്നിട്ട് അവരുടെ പ്രശ്നങ്ങൾ കേട്ട് അതങ്ങ് സോൾവ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ എയുടെയും ബിയുടെയും നടുക്ക് നിൽക്കുന്ന സീനെ എന്താ വിളിക്കുക? മീഡിയേറ്റർ എന്ന് വിളിക്കും. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അതായത് നിങ്ങൾക്കറിയാമോ കോടതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതികൾ എന്നും കേസും ബഹളമാണ്. അപ്പൊ എല്ലാ ദിവസവും ആയിരക്കണക്കിന് കേസുകൾ പുതിയതായിട്ട് വരും.
പഴയ കേസുകളൊക്കെ ഓൾറെഡി എന്തായിരിക്കും പെൻഡിങ് കിടക്കുമായിരിക്കും. അപ്പൊ വർഷങ്ങളായിട്ട് പെട്ടെന്ന് സോൾവ് ചെയ്തില്ലെങ്കിൽ പ്രശ്നമാവില്ലേ? അപ്പം ഇത് എല്ലാം കോടതിയിൽ തന്നെ വന്ന് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കോടതിക്ക് അതിനുള്ള സമയം കിട്ടിയെന്ന് വരില്ല. അപ്പം പാർലമെന്റില്, നമ്മുടെ ഇന്ത്യൻ പാർലമെന്റില് നിയമ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ ലോ ആൻഡ് ജസ്റ്റിസ് ഇവര് ഒരു റെക്കമെൻഡേഷൻ കൊണ്ടുവരുവാണ്. ചില ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് മീഡിയേഷൻ ബിൽ ഇവിടെ ഇന്ത്യയിൽ പാസ്സാക്കി കൂടെ. എന്നിട്ട് അതിനുവേണ്ടി ഒരു മീഡിയേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ സ്ഥാപനം തുടങ്ങുക. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിന് ഗുണം എന്താ വെച്ചാല് കോടതി നടപടികളിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ കോടതിക്ക് പുറത്ത് വെച്ച്, ഓക്കെ, കോടതിയുടെ തന്നെ 1-2 പുതിയ ജോലിക്കാര് മീഡിയേറ്റർമാരെ നിന്നുകൊണ്ട് ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് വിടുവാണെങ്കിൽ അത്രയും ലോഡ് കുറവുണ്ടാവും കോടതിക്ക്. അപ്പൊ കോടതികളുടെ ഓവർലോഡ് കുറയ്ക്കുകയും ചെയ്യും, നാട്ടുകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പരിപാടിക്ക് പറഞ്ഞ പേരാണ് മീഡിയേഷൻ. അപ്പൊ ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ടൈം ഏതാണ്? ലിറ്റിഗേഷന് മുമ്പുള്ള മീഡിയേഷൻ. ലിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ നിയമ നടപടികൾ തുടങ്ങുന്നതിന് പ്രീ ലിറ്റിഗേഷൻ മീഡിയേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പം ഈ പ്രശ്നമുള്ള പാർട്ടികൾ, എയും ബിയും എന്നുള്ള പാർട്ടികൾ, അവര് അറ്റംപ്റ്റ് ടു സെറ്റിൽ ദ സിവിൽ ഓർ കൊമേഴ്ഷ്യൽ ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? അടിപിടി ബൈ മീഡിയേഷൻ ബിഫോർ അപ്രോച്ചിങ് എനി കോർട്ട് ഓർ എനി ട്രിബ്യൂണൽ. ഏതെങ്കിലും കോടതികൾക്ക് പോകുന്നതിന് മുന്നേ അവര് പറഞ്ഞ് സെറ്റിൽ ചെയ്ത് വിടുവാണെങ്കിൽ അത്രയും നല്ലത്. അവർക്കും നല്ലത്, കോടതിക്കും നല്ലത്, എല്ലാവർക്കും നല്ലത്. അപ്പൊ ഇതിനു വേണ്ടി ഒരു സംവിധാനം ഇന്ത്യയിൽ നിലവിൽ വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് മീഡിയേഷൻ ബിൽ. ഓക്കെ, ഓൾറെഡി അത് നിലവിൽ വന്നു കഴിഞ്ഞു. അപ്പൊ ഇതിന്റെ പോയിന്റ്സ് ഉണ്ട്. റെസ്റ്റ് ഓഫ് ദ പോയിന്റ്സ് നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കാവുന്ന പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. ഇത്രയും പോയിന്റ്സേ ഉള്ളൂ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ബാക്കിയുള്ള ഞാൻ ഈ താഴെ തരുന്ന പോയിന്റുകൾ നിങ്ങളുടെ ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി കൂടുതലായിട്ട് വായിച്ച് മനസ്സിലാക്കാന്ന് മാത്രമേ. അപ്പൊ എന്താണ് മീഡിയേറ്റർ എന്നും എന്താണ് മീഡിയേഷൻ എന്നും ആ മീഡിയേഷന്റെ ഉദ്ദേശം എന്താണെന്നും അത് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ കോടതിയിൽ എത്തുന്നതിന് മുന്നേ തന്നെ പരിഹരിച്ചു പോകുമെന്നും അങ്ങനെ വന്നു കഴിഞ്ഞാൽ കോടതിയില് വലിയ ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇതിനിടയ്ക്ക് നിൽക്കുന്നവരെ ആര് അപ്പോയിന്റ് ചെയ്യണം? ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യണം. അത് അവരെ മീഡിയേറ്റേഴ്സ് എന്ന് വിളിക്കും. അപ്പോയിന്റ് ബൈ ദ പാർട്ടീസ് ബൈ ദ എഗ്രിമെന്റ് ഓർ ദ മീഡിയേറ്റ് സർവീസ്. അല്ലെങ്കിൽ ഒരു നമ്മുടെ സർക്കാർ തന്നെ ഇതിനു വേണ്ടി പ്രത്യേകമാണ്. അപ്പൊ ഇതിനുവേണ്ടി എന്തുണ്ടാക്കി വെച്ചിട്ടുണ്ട്? ഒരു കൗൺസിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് മീഡിയേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ. ഓക്കെ, സെൻട്രൽ ഗവൺമെന്റ് ആണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ കൗൺസിലില് ഒരു ചെയർപേഴ്സൺ ഉണ്ടാവും, 2 മെമ്പർമാരുണ്ടാവും, 3 എക്സ് ഒഫീഷ്യൽ മെമ്പേഴ്സ് ഉണ്ടാവും, ആൻഡ് ഏതെങ്കിലും ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഒരു പാർട്ട് ടൈം മെമ്പറും അതിലുണ്ട്. അതിൽ എക്സ് ഒഫീഷ്യോ എന്ന വാക്കിന്റെ മീനിങ് എന്ന് വെച്ചാല് വേറൊരു ഓഫീസിലും ജോലി ചെയ്യണം, ഇവിടെയും ജോലി ചെയ്യണം. അപ്പൊ രണ്ടിടത്തും അയാളുടെ ആവശ്യമുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരെയാണ് എക്സ് ഒഫീഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരുണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള മീഡിയേഷൻ കൗൺസിൽ ഇന്ത്യയിൽ വേണം. ആ മീഡിയേഷൻ കൗൺസിൽ വഴി മീഡിയേറ്റർമാരെ അപ്പോയിന്റ് ചെയ്യണം. ആ മീഡിയേറ്റർമാര് പാർട്ടികളുടെ പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്യണം കോടതിയിൽ വരുന്നതിന് മുന്നേ. ഇതാണ് മീഡിയേഷൻ ബില്ല് കൊണ്ട് പാർലമെന്റ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ബാക്കിയുള്ള പോയിന്റ്സ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം ദാറ്റ് ഈസ് അബൌട്ട് ദ ബെയിൽ ലോ. ബെയിൽ ലോ, സുപ്രീം കോടതി ഒരു പുതിയൊരു കാര്യം പറഞ്ഞാണ്. ബെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ജാമ്യമൊക്കെ എടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചെറിയ മാറ്റങ്ങൾ റീസെന്റ് വരണം. അപ്പൊ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഇത് അത്ര വലിയൊരു സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്റർ അല്ല. എന്നാലും മനസ്സിലാക്കി വെക്കുക, ഇന്ത്യയില് ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു, ഇന്ത്യയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇന്ത്യയിലെ നിയമം എല്ലാം, ഒരു മിനിറ്റ്, വർഷ സൗണ്ട് കേൾക്കാമോ? സൗണ്ട് കേൾക്കാമോ? യെസ് യെസ് യെസ്. യദു, എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? യദു, എന്നെ കേൾക്കുന്നുണ്ടോ? യെസ് സർ. മരിയ, കേൾക്കണ്ടോ? കേൾക്കുന്നുണ്ട് സർ. ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഇന്ത്യയിലെ നിയമങ്ങളൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ നമുക്ക് ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ടേ ഉണ്ടാക്കി എഴുതി വെച്ചിരിക്കുന്ന നിയമങ്ങൾ.
ഇപ്പൊ കാലാന്തരത്തിൽ അല്ലെങ്കിൽ മുന്നോട്ട് കാലം പോകുന്നതനുസരിച്ച് മാറ്റങ്ങൾ വരേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പം ഇവിടെ റിഫോംസ് വേണം, മാറ്റങ്ങൾ വേണം. എന്തിനുള്ളതാണ്? ഇൻ ദ ലോ റിലേറ്റഡ് ടു ദ ബെയിൽ ആൻഡ് ദ കോൾഡ് ഓൺ ടു ദ ഗവൺമെന്റ് ടു കൺസിഡർ ദ ഫ്രെയിമിംഗ് ഓഫ് ദ സ്പെഷ്യൽ ലെജിസ്ലേഷൻ. അതായത് സുപ്രീം കോടതി നമ്മുടെ പാർലമെന്റാണല്ലോ നിയമം ഉണ്ടാക്കുന്നത്, പാർലമെന്റിനോട് പറയുവാണ്, നിങ്ങൾ ഈ ബെയില്, ജാമ്യം കൊടുക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് നിയമങ്ങൾ, ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ട് ഉപയോഗിച്ചിരുന്ന ആ നിയമങ്ങൾ ചെറിയ രീതിയിൽ ഒരു സ്പെഷ്യൽ നിയമം കൊണ്ടുവന്ന് അതിലൊരു മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമാണ്, റിഫോംസ് കൊണ്ടുവരുന്നത് അത്യാവശ്യമാണ് എന്ന് പറയാം. അപ്പൊ ഇത് ആരാണ് പറഞ്ഞത്? ഏത് ജഡ്ജാണ്? അപ്പം കോടതിയിൽ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും 2 ജഡ്ജ് ബെഞ്ച്. അപ്പം ഒരു ബെഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഈ ജഡ്ജിമാരിരിക്കുന്ന സ്ഥലത്തിനാണ് നമ്മൾ ബെഞ്ച് എന്ന് പറയുന്നത്. വക്കീലന്മാരിരിക്കുന്ന അല്ലെങ്കിൽ വക്കീലന്മാരുടെ ഗ്രൂപ്പ്, അഡ്വക്കേറ്റ്മാരുടെ ഗ്രൂപ്പിനെ നമ്മൾ ബാർ എന്നും പറയും. അപ്പം ജഡ്ജസിന്റെ കൂട്ടിനെ അല്ലെ ഗ്രൂപ്പിനെ എന്താ പറയാ? ബെഞ്ചസ്. ആൻഡ് വക്കീലന്മാരുടെ കൂട്ടിനെ ബാസ്. അപ്പൊ ബാറുകളും ബെഞ്ചുകളും ചേരുന്നതാണ് കോടതി. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പം 2 പേര് ബെഞ്ചിൽ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം 2 ജഡ്ജസ് ആണ് ആ കേസ് എടുത്തതെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഒരു ജഡ്ജ് മാത്രമേ ഇരിക്കുന്നുള്ളെങ്കിൽ നമുക്ക് പറയാൻ പറ്റും സിംഗിൾ ജഡ്ജാണ് അല്ലെങ്കിൽ സിംഗിൾ ബെഞ്ചാണ് അതിൽ തീരുമാനം പറഞ്ഞത്. ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ പറയും ഡിവിഷൻ ബെഞ്ചാണ് ആ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. അപ്പൊ ഈ ബെഞ്ച് എന്ന് പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ 2 പേരുള്ള സുപ്രീം കോടതിയുടെ ബെഞ്ച് ഒരു ക്ലാരിഫിക്കേഷൻ ചോദിക്കുകയാണ് ടു ദ ഓൾഡർ ജഡ്ജ്മെന്റ് ഡെലിവേർഡ് ഇൻ 2021 ജൂലൈ ഓൺ ദ ബെയിൽ റിഫോംസ്. സത്യേന്ദ്ര കുമാർ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ആൾക്കാർക്ക് ബെയിൽ കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് വർഷങ്ങളായി ഫോളോ ചെയ്യുന്ന ചില കാര്യങ്ങൾ മാറ്റിക്കൂടെ, ഇതൊരു പഴയ കാലത്തെ മെത്തേഡ് അല്ലേ, അത് മാറ്റിക്കൂടെ എന്ന് 2 ജഡ്ജസ് അടങ്ങുന്ന സുപ്രീം കോടതി ബെഞ്ച് ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയോട് ഒരു ക്ലാരിഫിക്കേഷൻ ചോദിച്ചു എന്നുള്ളതാണ് ഈ ബെയിലിലൂടെ സ്റ്റാർട്ടിങ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ടത് എന്താ വെച്ചാല് എന്താണ് ലോ ഓൺ ബെയിൽ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നമുക്കറിയാം ഇന്ത്യയിൽ ക്രിമിനൽ കാര്യങ്ങളെല്ലാം സോൾവ് ചെയ്യുമ്പോൾ അതിനുവേണ്ടി നമ്മുടെ ഇവിടെ ഒരു കോഡുണ്ട്, ഒരു പ്രത്യേക നടപടിക്രമങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ക്രിമിനൽ പ്രൊസീഡിംഗ് കോഡ് അഥവാ CRPC, കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീഡിങ്സ്. അപ്പം ക്രിമിനൽ പ്രൊസീഡിംഗ് കോഡിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ബെയിൽ ബട്ട് only categorize offenses under Indian Penal Code as bailable and non-bailable offense. ഇതാണ് പോയിന്റ്. അപ്പൊ ഇന്ത്യയിലെ നിയമങ്ങൾ അല്ലെങ്കിൽ കോടതിയിൽ എന്തൊക്കെ രീതിയിലാണ് ക്രിമിനൽ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു വലിയ പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേരാണ് CRPC. ഈ CRPCയില് എന്താ ചെയ്യേണ്ടത്? ഇന്ത്യൻ പീനൽ കോഡ്. അപ്പൊ ഇന്ത്യൻ ശിക്ഷാ നിയമമുണ്ട്. അപ്പൊ ഞാനും നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചാണ് ശിക്ഷ വരുന്നത്. ആ ശിക്ഷ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ കിട്ടിയ ശിക്ഷ കോടതിയിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എന്തൊക്കെ സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 എന്തൊക്കെ എടുക്കണം എന്ന് പറയാൻ വേണ്ടി വേറൊരു പുസ്തകമുണ്ട്. അതാണ് CRPC. അപ്പൊ ശരിക്കും പറഞ്ഞാല്, ഒരു മിനിറ്റ് ഞാൻ എഴുതാം. ശരിക്കും പറഞ്ഞാല് ഇവിടെ 2 പുസ്തകങ്ങളുണ്ട്, ഇന്ത്യൻ പീനൽ കോഡും കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ കോഡും, CRPC. അപ്പൊ ഇവിടെ എന്താണ്? ഉദാഹരണം പറഞ്ഞാൽ ഞാനിപ്പം ഒരു മോഷണം ചെയ്തു, തെഫ്റ്റ്. അപ്പം ഇന്ത്യൻ പീനൽ കോഡിലെ 378 എന്നുള്ള ഒരു സെക്ഷൻ പ്രകാരം എന്നോട് പറയാണ് 3 years നിനക്ക് ശിക്ഷ കിട്ടും, ജയിലിൽ പോകണം. അപ്പൊ എനിക്ക് ശിക്ഷ കിട്ടി. അപ്പൊ ഈ ഒരു 378 എന്നുള്ള ഈ ഒരു സെക്ഷൻ ഉപയോഗിച്ച് എനിക്ക് എന്റെ കേസ് നടത്തണ്ടേ? എന്റെ കേസ് നടത്താൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുവാണ്? നേരെ ഒരു കോർട്ടിലേക്ക് പോവാണ്. ഞാൻ എന്ന് പറഞ്ഞ പോലീസുകാർ എന്നെ കൊണ്ടുപോയി. അപ്പൊ കോർട്ടിൽ ചെല്ലുമ്പോൾ എന്റെ കേസ് നടത്തേണ്ട രീതികളുണ്ട്. എന്ത് ചെയ്യണം? ഫസ്റ്റ് ഡേയില് എന്ത് ചെയ്യണം? സെക്കൻഡ് ഡേ, ഇങ്ങനെ രീതിയുണ്ട്. ആ രീതികൾ എഴുതി വെച്ചേക്കുന്നതാണ് CRPC, കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ കോഡ്. അപ്പൊ CRPCയില് ഇപ്പോ കുറെ IPCയുടെ കുറെ എഴുതുന്നുണ്ട്. IPC ഫോർ എക്സാമ്പിൾ 378, 379 അല്ലെങ്കിൽ 302, 320, 120B ഇങ്ങനെ കുറെ സെക്ഷൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ CRPCയിൽ ഒരിടത്ത് പോലും ബെയിൽ എന്താണ്, ഈ ബെയിൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്ന് പറയുന്നില്ല. പക്ഷെ
ഇതിൽ 372 എന്ന് പറയുന്നതിന് ജാമ്യം ഉണ്ടോ ഇല്ലയോ എന്ന് പറയുന്നുണ്ട്. 379 ജാമ്യം ഉണ്ടോ ഇല്ലയോ എന്ന് പറയുന്നത്. അങ്ങനെ വെയിലബിൾ ആണോ നോൺ വെയിലബിൾ ആണോ എന്ന് മാത്രമേ അവർ പറയുന്നു. ദ വേർഡ് ഈസ് നോട്ട് ഡിഫൈൻഡ് എനിവെയർ ഇൻ ദ CRPC. ഇതാണ് പോയിന്റ്. ഇതൊന്ന് മാറ്റിക്കൂടെ എന്നാണ് ഡിവിഷൻ ബെഞ്ച് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഉണ്ടായിരുന്ന ബെഞ്ച് നമ്മുടെ കോടതി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയോട് ചോദിച്ചത് എന്നുള്ളതാണ് ഒരു മിനിറ്റ് ചോദിച്ചത് എന്നുള്ളതാണ് ഈ ന്യൂസിൽ നമുക്ക് ഓർത്തു വെക്കേണ്ട ഒരു കാര്യം. ഇതിലൊരു അഡീഷണലി പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം ഇന്ത്യയില് ഈ CRPC അല്ല പുതിയ നിയമം വന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് BNSS, ഭാരതീയ ന്യായ നാഗരിക് സുരക്ഷ, സംതിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, അത് വന്നിട്ടുണ്ട്. സോ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, BNSS. ഓക്കെ, അപ്പൊ BNSS കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ ബെയിൽ വാക്ക് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ പുതിയതായിട്ട് ഇപ്പൊ ജഡ്ജി അങ്ങനെ പറഞ്ഞെങ്കിൽ അടുത്തായിട്ട് വന്ന നിയമത്തിൽ ആ മാറ്റം വരുത്തി എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഇങ്ങനെ ഒരു മാറ്റം വരുത്താൻ വേണ്ടി നമ്മൾ UK ലോയിനെ ഒന്ന് റെഫറൻസ് എടുത്തു എന്നുള്ളതാണ് അടുത്ത ന്യൂസ്. ദാറ്റ്സ് നോട്ട് അറ്റ് ഓൾ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ബാക്കിയുള്ള പോയിന്റ്സ് നിങ്ങൾ വായിച്ചു നോക്കുക. ക്യൂരിയോസിറ്റിക്ക് വേണ്ടി നിങ്ങൾക്ക് വായിക്കാം. ഇനി അടുത്തൊരു ന്യൂസ് ആണ് നോഡ് സ്ട്രീം 1 എന്ന് പറയുന്ന ന്യൂസ്. നോഡ് സ്ട്രീം 1. ഈ നോഡ് സ്ട്രീം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. നമുക്ക് ഇപ്പോ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇന്ന് നിങ്ങളുടെ കയ്യിൽ അറ്റ്ലസ് ഒക്കെ ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി. അറ്റ്ലസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഈ മിഡിൽ ഈസ്റ്റിന്റെ അപ്പുറം, അതായത് ഈ അമേരിക്കൻ രാജ്യത്തിന്റെയും അല്ലെങ്കിൽ വെസ്റ്റേൺ രാജ്യങ്ങളുടെ സൈഡ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലായി. ഇപ്പൊ നോർവേ എന്നൊരു സ്ഥലമുണ്ട്. നോർവേ നിങ്ങൾക്ക് ഇടുന്ന ഒരു രാജ്യം. നോർവേയോട് ചേർന്ന് കിടക്കുന്ന വേറൊരു രാജ്യമാണ് ശരിക്കും പറഞ്ഞാൽ സ്വീഡൻ. ഈ സ്വീഡന്റെയും അതിനോട് ചേർന്ന ഇപ്പുറം ഇങ്ങോട്ട് മാറി വേറൊരു രാജ്യം കിടപ്പുണ്ട്. ദാറ്റ് ഇസ് ഫിൻലാൻഡ്. ഇതൊക്കെ രാജ്യങ്ങൾ നമ്മൾ കേട്ടുള്ളതാണ്. ദെൻ ഫിൻലാൻഡിന്റെ അപ്പുറമായിട്ടാണ് നമുക്കറിയാം ദാറ്റ് ഇസ് റഷ്യ. ഓക്കെ, ഈ റഷ്യയുടെയും ഫിൻലാൻഡിനോടും ചേർന്ന ഇവിടെ ഇങ്ങനെ ഒരു രാജ്യം നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ദാറ്റ് ഇസ് എസ്റ്റനേഷ്യ. എസ്റ്റനേഷ്യയോട് ചേർന്ന് കിടക്കുന്നതാണ് ലാത്വിയ. ഇതൊക്കെ എടുത്ത് നോക്കണം കേട്ടോ. മാപ്പൊക്കെ എടുത്ത് നോക്കിയാലേ മനസ്സിലാവും. അതിന് താഴെയാണ് ലുതാൻഷ്യ. അതിന് താഴെ ഈ ഒരു മൂലക്കായിട്ട് നമുക്ക് പറയാൻ പറ്റും ദാറ്റ് ഇസ് ബെലറസ്. ഈ ലുതാൻഷ്യയുടെ താഴെയായിട്ട് ഒരു രാജ്യം കൂടെ നമുക്ക് പറയാം. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ദാറ്റ് ഇസ് പോളണ്ട്. പോളണ്ടിനോട് ചേർന്ന് സ്വാഭാവികമായിട്ടും അറിയാം, കേട്ടിട്ടുണ്ടാവും, ജർമ്മനി. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇടയിൽ ഇപ്പൊ ഞാൻ ഈ ഒരു ഷെയ്ഡ് ചെയ്തിരിക്കണം. ഈ ഒരു ഏരിയയിൽ വി ആർ ഹാവിങ് എ കടല്. ഇവിടെ ഒരു കടലുണ്ട്. ഈ കടലാണ് എന്ത്? ബാൾട്ടിക് സീ. ഓക്കെ, ബാൾട്ടിക് കടല് അല്ലെങ്കിൽ ബാൾട്ടിക് കടലിടുക്ക് കേട്ടോ, BALTIC, ബാൾട്ടിക് എന്നൊക്കെ. അപ്പൊ എന്താണ് ഈ നോർത്ത് സ്ട്രീം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഒരു പൈപ്പ് കണക്ഷനാണ്. എന്തിന്റെ പൈപ്പ് കണക്ഷൻ? ഗ്യാസ് കൊണ്ടുപോകാനുള്ള ഒരു പൈപ്പ് കണക്ഷൻ. ഓക്കെ, അപ്പം കടലിന്റെ അടിയിലൂടെ, ഞാൻ ഈ പറഞ്ഞ ബാൾട്ടിക് സീയുടെ അടിയിലൂടെ കളർ ചെയ്താല് ഓക്കെ റെഡ് ഇടാം. ജർമ്മനിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ബാൾട്ടിക് സീയുടെ അടിയിലൂടെ ജർമ്മനിയിൽ നിന്ന് റഷ്യയിലേക്ക് ഉണ്ടാ ഇങ്ങനെ കടലിന്റെ അടിയിൽ കൂടെ ഒരു പൈപ്പ് ലൈൻ കൊണ്ടുപോവാണെങ്കിൽ എങ്ങനെ ഇരിക്കും വിചാരിക്കാം. ഓക്കെ, ദാറ്റ് ഈസ് നോഡ് സ്ട്രീം 1. സ്ട്രീം 1 ഉണ്ട്, സ്ട്രീം 2 ഒക്കെ ഉണ്ട് കേട്ടോ, ഫ്യൂച്ചറിൽ പണിയുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ഇതിലെ ന്യൂസ് നിങ്ങൾക്ക് മനസ്സിലാക്കണം. സോ നോഡ് സ്ട്രീം 1 is Germany's main source of gas from Russia. അത് റീസെന്റ് ഷട്ട് ഡൗൺ ചെയ്തു എന്നുള്ളതാണ് പത്രത്തിലൊരു ന്യൂസ് ഉണ്ട്. ഇത് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി എന്താണ് നോഡ് സ്ട്രീം എന്നുള്ളത്. ഞാൻ ഈ പറഞ്ഞതിനപ്പുറം ഒന്നുമില്ല കേട്ടോ. റഷ്യയിൽ നിന്ന് അത് ജർമ്മനിയിലേക്ക് അണ്ടർ ബാൾട്ടിക് സൈഡ് അടി കൂടെ പോകുന്നു. അത് പൈപ്പ് ലൈൻ ആണ്, നാച്ചുറൽ ഗ്യാസ് കൊണ്ടുപോകുന്നതാണെന്ന് മാത്രം നിങ്ങൾ അറിഞ്ഞു വെച്ചാൽ. ബാക്കിയുള്ള ന്യൂസ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വേണമെങ്കിൽ വായിക്കാം. ഇനി നമ്മുടെ രാജ്യത്ത് ആണുങ്ങളും പെൺകുട്ടികൾ എന്ന് പറയുന്ന പോലെ തന്നെ there is a third class, we call it as a transgenders. ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത് വളരെയധികം മാർജിനലൈസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട, മാറ്റി നിർത്തപ്പെട്ട ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്. അപ്പൊ അവർക്ക് വേണ്ടി, അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള ഒരു റൈറ്റ് 2019 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പാസ്സാക്കി. അപ്പം നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ
ഓരോ പ്രത്യേക നിയമങ്ങൾ പാസ്സാക്കാൻ വേണ്ടി ഒരു പ്രത്യേക മന്ത്രികൾ ഉണ്ടാവും. ഇവിടെ സോഷ്യൽ ജസ്റ്റിസ് മിനിസ്ട്രിയാണ് ഇത് പാസ്സാക്കിയത്. അപ്പം സ്വാഭാവികമായിട്ടും എന്താണ് ന്യൂസ് വന്നത്? സ്ലാംഡ് ദ ഏവിയേഷൻ റെഗുലേറ്റേഴ്സ് ഡിമാൻഡ് ഗൈഡ് ലൈൻസ് ഫോർ ലൈസൻസിങ് ഓഫ് ട്രാൻസ്ജെൻഡർ പേഴ്സൺ ആസ് പൈലറ്റ്. പത്രത്തിൽ ഇത് വാർത്തയായി വരാനുള്ള കാരണം നമ്മുടെ സോഷ്യൽ ജസ്റ്റിസ് മിനിസ്ട്രി പൈലറ്റ് ആവാൻ ആഗ്രഹിക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സിന് പ്രത്യേക നിയമനിർമ്മാണം കൊണ്ടുവരാൻ ശ്രമിച്ച ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റിനെ സ്ലാം ചെയ്തു, അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞു എന്നുള്ളതാണ് ഇതിലെ ന്യൂസ്. അപ്പം ഇവിടെ എന്താ സംഭവിച്ചത്? റീസെന്റ് നമുക്ക് ഇവിടെ ലൈസൻസ് ഒക്കെ പൈലറ്റ് ആവാൻ ലൈസൻസ് കൊടുക്കുന്ന ആരാ? ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, DGCA. വളരെ പവർഫുൾ ഓഫീസാണ്. അപ്പൊ അവര് ഡിനൈഡ് ദ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ടു എ ട്രാൻസ്ജെൻഡർ കാൻഡിഡേറ്റ്. ദാറ്റ്സ് വൈ ദിസ് പർട്ടിക്കുലർ ബിൽ ദാറ്റ് ഈസ് ദെയർ ഇൻ ദ ന്യൂസ്. അതാണ് ഇമ്പോർട്ടന്റ്. അപ്പോ ഈ ഒരു ന്യൂസ് അല്ലെങ്കിൽ ഈ ഒരു ബില്ല് സ്വാഭാവികമായിട്ടും DGCA എടുത്ത ആക്ഷൻ എതിരാണ്. അപ്പൊ DGCA violates the provision stated under the Transgender Person Protection of Rights Act and it's end up being discriminatory by denying terminating employment or occupation on the basis of a gender of the person. ഇതാണ് പോയിന്റ്. അതുകൊണ്ട് പത്രത്തിൽ ഈ ആക്ട് വന്നു. ഈ ആക്ടിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ബാക്കി താഴെയുള്ള പോയിന്റ്സ് നിങ്ങൾക്ക് ഡെഫിനിഷൻ ഒക്കെ വായിച്ചു നോക്കുക. ഓക്കെ. പിന്നെ അതില് ഈ ബിൽ പ്രകാരം പ്രൊഹിബിഷൻ ചെയ്യാൻ പാടില്ല എന്നും ഏതൊക്കെ മേഖല, വിദ്യാഭ്യാസം, എംപ്ലോയ്മെന്റ്, ഹെൽത്ത് കെയർ, ഫുഡ് കൊടുക്കുന്നതിൽ, മൂവ്മെന്റ് ചെയ്യാൻ, ജോലി ചെയ്യാൻ, റെന്റ് എടുക്കാൻ, ഇതൊന്നും ചെയ്യാൻ പാടില്ല. പക്ഷെ ഇതെല്ലാം ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ഇന്ത്യയിലല്ല, കേരളത്തിൽ പോലും നടക്കും. ഇവർക്ക് ട്രാൻസ്ജെൻഡേഴ്സിലെ ആൾക്കാർക്ക് വീട് വാടക കിട്ടില്ല. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. സോ ദേ ആർ ഡിഫിക്കൽട്ട് ടു ഹാവ് എ റൈറ്റ് ഓഫ് റെസിഡൻസ്, എംപ്ലോയ്മെന്റ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ ഒക്കെ ഉണ്ടാവും. സോ ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കാം. അപ്പം ഈ ട്രാൻസ്ജെൻഡേഴ്സിന്റെ വിഷയങ്ങൾ, പ്രശ്നങ്ങൾ കേൾക്കാൻ വേണ്ടി there is a council, that is National Council for Transgender Person. ഓക്കെ. സെൻട്രൽ ഗവൺമെന്റ് കൺട്രോളിലാണ് അങ്ങനെ ഒരു സ്ഥാപനം. ഓർത്തു വെച്ചാൽ. Now, next important news associated with this topic is about the revamping employment policy. Revamping employment policy. അപ്പൊ എംപ്ലോയ്മെന്റ് പോളിസി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ രാജ്യത്തെ ജോലി കിട്ടാനുള്ള, അപ്പൊ ഇന്ത്യക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയിൽ ഒത്തിരി ആൾക്കാർ താമസമുണ്ട്. അതിലെല്ലാവർക്കും ജോലി ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷെ ജോലി കൊടുക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ അവർക്ക് സ്കിൽ ഉണ്ടാവില്ല. ഇപ്പൊ 10 ലക്ഷം ജോലി കൊടുക്കണം എന്നൊക്കെ ആഗ്രഹം ഓരോ കമ്പനിക്കാർക്കും ഉണ്ടാവും. പക്ഷെ അത്രയും ജോലിക്ക് വേണ്ട അല്ലെങ്കിൽ അത്രയും കഴിവുള്ള ആൾക്കാരുടെ അവൈലബിലിറ്റി ഇന്ത്യയിൽ കുറവാണെന്ന് പറയും. സോ ദാറ്റ് ഈസ് എ ബിഗ് പ്രോബ്ലം. അപ്പം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റീസെന്റ് അനൗൺസ്ഡ് പ്ലാൻ ടു ക്രിയേറ്റ് 10 lakh ഗവൺമെന്റ് ജോബ്സ് ഇൻ ദ നെക്സ്റ്റ് 18 months. ഇതാണ് ന്യൂസിൽ വരാൻ കാരണം. അപ്പൊ അത് സ്വാഭാവികമായിട്ട് ശരിയാണ്. ഇപ്പൊ നമുക്കറിയാം, ബാങ്കുകൾ നോക്കിയാലോ, ഡിഫൻസ് ഫോഴ്സ് നോക്കിയാൽ, പോലീസ്, ഹെൽത്ത് സെക്ടർ, സെൻട്രൽ സ്കൂള്, യൂണിവേഴ്സിറ്റി, ജുഡീഷ്യറി, ഇവിടെയൊക്കെ വേക്കൻസികളുണ്ട്. അവിടെയൊക്കെ ഏകദേശം ഉണ്ടാകും. മോസ്റ്റ് ടച്ചസ് 30 ലക്ഷം വേക്കന്റ് പോസ്റ്റുകൾ ഉണ്ട്. അപ്പൊ ഇത് ഫില്ല് ചെയ്യണം. അപ്പൊ ഞാൻ എപ്പോഴും നിങ്ങളോടൊക്കെ ക്ലാസ്സിലൊക്കെ പറയുന്നതാണ്, ഈ വർഷവും അടുത്ത വർഷവും അതിന്റെ അടുത്ത വർഷം 2024, 25, 26, 27 ഈ ഒരു 4 years 2027 വരെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും 30 ലക്ഷം വേക്കൻസികളോളം ഇന്ത്യയിലുണ്ട്. ആ വേക്കൻസികൾ ഫില്ല് ചെയ്യാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആഗ്രഹിക്കുന്നു. കാരണം അവർക്ക് ജോലിക്ക് ആളെ വേണം. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് പഠിച്ചാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെന്റ് ജോലിയിലേക്ക് കയറാൻ പറ്റും. സോ ദിസ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ഓക്കെ. അപ്പൊ ഏത് സ്ട്രീമിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവരായിക്കോട്ടെ, ഏത് മേഖലയിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതായിക്കോട്ടെ, ഇതിനൊപ്പം തന്നെ ഇതും കൂടെ ചുമ്മാ എഴുതി വെച്ചേക്കാം. ബിക്കോസ് ഈ സമയത്ത് സീസൺ ആയതുകൊണ്ട്, നല്ല ചാൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് മിസ്സാക്കേണ്ട ആവശ്യം. സോ ഏറ്റവും പ്രോബ്ലം എന്താ വെച്ചാൽ നല്ല ക്വാളിറ്റി, പ്രോബ്ലം വെച്ചാൽ ക്വാളിറ്റി ആസ് ഇഷ്യൂ ആണ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് എംപ്ലോയി ചെയ്യാൻ വരുന്ന ആൾക്കാർ ക്വാളിറ്റി ഇല്ല. ഓക്കെ. അപ്പം there is an honorary works as ഇതിന് ഭാഗമായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓണററി വർക്ക് തുടങ്ങുന്നുണ്ട്. അംഗൻവാടി വർക്കർ, ഹെൽപ്പർ, ആശാ വർക്കർ എക്സെട്ര, അങ്ങനെ ഒരു കൺസെപ്റ്റ് തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത്. അപ്പം ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് അല്ലെങ്കിൽ ബാക്കിയുള്ള പ്രൈവറ്റ് സെക്ടറിൽ ജോലിക്ക് ആൾക്കാരെ വേണമെന്നും ആ ജോലിക്ക് ആൾക്കാരെ കിട്ടാൻ വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കുറച്ച് പോളിസികളിൽ മാറ്റം വരുത്തിയിരുന്നു. ഏകദേശം 30 ലക്ഷം വേക്കൻസിയോളം വരുമെന്നും അത് ഫില്ല് ചെയ്യാൻ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നുള്ളതാണ് ഈ ന്യൂസിലൊരു ഹൈലൈറ്റ്. അതിലപ്പം പ്രശ്നം എന്ന് വെച്ചാല് ക്വാളിറ്റിയുള്ള കുട്ടികളെ കിട്ടാനില്ല എന്നുള്ളത് പ്രശ്നമുണ്ട്. അപ്പൊ നിങ്ങളും എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യണം. ഡെയിലി നിങ്ങൾ വായിച്ച് പഠിക്കണം. എന്നിട്ട് നിങ്ങളുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്താൽ അടുത്ത ഒരു 4 വർഷത്തിൽ യു വിൽ ബി
selected in a very prestigious position. Okay, ഇത്രയാണ് ഈ ന്യൂസിൽ നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് ഈ ഒരു ഷീറ്റിലുള്ള പോയിന്റ്സ് ഒന്ന് റിവൈസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഐ എം ടോക്കിംഗ് അബൌട്ട് എ ഇമ്പോർട്ടന്റ് വൺ, ദാറ്റ് ഇസ് മീഡിയേഷൻ ബിൽ. എന്താണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സെക്കൻഡ് വൺ വി ആർ ടോക്കിംഗ് അബൌട്ട് ദ ബെയിൽ ലോ. ഓക്കെ, അതിൽ CRPC വന്ന ചേഞ്ചസ്. Then the third one we talk about the Nord Stream Russia Germany connection, and the fourth one we talk about the Transgenders Protection of Rights Act 2019 and revamping the employment policy. അതിൽ വലിയ പഠിക്കാൻ മാത്രമുള്ള പോയിന്റ്സ് ഒന്നും നമുക്ക് അതിലില്ല, ജസ്റ്റ് മനസ്സിലായി. Okay, so that's all for now.